സോ ഗൈസ് വെൽക്കം ബാക്ക്. നമ്മുടെ വൺ പീസിൻ്റെ ചാപ്റ്റർ 11, 18, 9 സ്പോയിലേഴ്സ് വന്നിട്ടുണ്ട്. സ്പോയിലറിൽ നമ്മുടെ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ വരുന്നത് കിങ് ഓഫ് ദ വേൾഡ് എന്നാണ്. കിങ് ഓഫ് ദ വേൾഡ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മറ്റാരെയല്ല നമ്മുടെ ഇമൂസാമനെ തന്നെയാണ്. പിന്നെ നമ്മൾ ചാപ്റ്ററിലേക്ക് നന്നായി നോക്കുകയാണെങ്കിൽ അവർ സ്റ്റോറിയിലേക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ സ്ട്രോ ഹാറ്റ്സിലെ മോൺസ്റ്റർ ട്രിയോനാണ് നമ്മളെ നാമി അടിച്ച് ഇതാക്കുന്നതാണ്. പിന്നെ നമ്മൾ മെയിൻ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്ക്. എന്നാൽ മാത്രമേ ഇതുപോലത്തെ വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. പിന്നെ നമ്മൾ മെയിൻ സ്റ്റോറിയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇമൂസാമ മറ്റൊരു സോഡ് കൂടെ സമൺ ചെയ്തിട്ട് നമ്മുടെ ലൂഫിയുടെ ചെസ്റ്റിൽ സ്റ്റാബ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റാബ് ചെയ്തതിന് ശേഷം അവിടെയുള്ള ഒരു മരത്തിൽ കുത്തിവെക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്. അതിനർത്ഥം നമ്മുടെ ലൂഫിനെ മറ്റൊരു സോഡ് കൂടി ഉപയോഗിച്ച് നമ്മുടെ ഇമൂസാമ സ്റ്റാബ് ചെയ്തെന്നാണ്. സോ ഇതിലൂടെ നമുക്ക് അറിയാം നമ്മുടെ ലൂഫിക്ക് ഓൾറെഡി നല്ല രീതിയിലുള്ളൊരു ഡാമേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അറ്റാക്ക് കൂടി ആയപ്പോൾ നമ്മുടെ ലൂഫിയുടെ അവസ്ഥ വളരെ മോശമായിട്ടുണ്ടാവും. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. ഊസോപ്പ് സെൻസസ് സംതിങ് ബാഡ് ഹാപ്പൻസ് ടു ലൂഫി. നമ്മുടെ ഊസോപ്പാണ് ഇത് സെൻസ് ചെയ്യുന്നത്. നമ്മുടെ സോറോനും സാഞ്ചിക്കൊന്നും തിരിയാൻ പറ്റിയിട്ടില്ല. പക്ഷെ നമ്മുടെ ഊസോപ്പാണ് ആദ്യമായിട്ട് ഇത് സെൻസ് ചെയ്യുന്നത്. നമ്മുടെ ലൂഫിക്ക് എന്തോ ഒന്ന് മോശമായി സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിക്ക് എന്തോ പറ്റിയിട്ടുള്ള കാര്യം ആദ്യം സെൻസ് ചെയ്തത് നമ്മുടെ ഊസോപ്പാണെന്നാണ് ഇവിടെ പറയുന്നത്. സോ ഒരുപക്ഷെ നമ്മുടെ ഊസോപ്പ് ഒബ്സർവേഷൻ ആക്കി എവേക്കം ചെയ്യുമായിരിക്കും ഈ ഒരു ആർക്കിൽ. അല്ലെങ്കിൽ നമ്മുടെ ഊസോപ്പിന് ഇനി എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ഇനി അങ്ങോട്ടേക്ക് കിട്ടാനും ചാൻസ് ഉണ്ട്. ഒരുപക്ഷെ നമ്മുടെ ക്യാപ്റ്റനെ സേവ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഊസോപ്പ് ആവാനും നല്ല ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗംഗുവിൻ്റെ ഐസ് മുഴുവനായി മെൽട്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഗംഗുവിന് കോൺഷ്യസ്നെസ് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ലെന്നും ഇവിടെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ പറയുന്നത് നമ്മുടെ ലോക്കി നമ്മുടെ ഷാങ്സുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ റിമെമ്പർ ചെയ്യുന്നുണ്ടെന്ന്. ഈ ഒരു കോൺവെർസേഷന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഷാങ്സ് നമ്മുടെ ലോക്കിനോട് പറയാണ്, ഇനി ഒരു വേൾഡ് ഗവൺമെൻറ് ഒരു വലിയ വാറിന് പ്രിപ്പയർ ചെയ്യാണ്. ഈ വാറിൽ നമ്മുടെ മെയിൻ എനിമി കിങ് ഓഫ് ദ വേൾഡ് ആണെന്ന്. കിങ് ഓഫ് ദ വേൾഡ് എന്ന് വെച്ചാൽ ഇമൂസാമ. ഈ ഒരു കാര്യം നമ്മുടെ ഷാങ്സ് നമ്മുടെ ലോക്കിനോട് കുറച്ച് കാലം മുമ്പേ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ ഷാങ്സിന് അറിയാത്തൊരു കാര്യം പോലും നമ്മുടെ വൺ പീസ് ഇല്ല എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇമൂസാമ നമ്മുടെ കില്ലിങ്ങാമിനി സോഡ് ഓഫ് വർത്ത് എന്നും പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ സമേഴ്സിന് ഒരു സ്പിയർ ഓഫ് ഹോളി എന്ന് പറയുന്ന ഒരു 2 സോഡ്സ് അല്ലെങ്കിൽ 2 സ്പിയേഴ്സ് എന്തോ ഒന്ന് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സോറോൻ്റെ കൂടെ സാഞ്ചിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ. നമുക്കറിയാം നമ്മുടെ ഇമൂസാമ ഒരുപാട് വെപ്പൺസ് ഓൾറെഡി സമൺ ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ 2 വെപ്പണും കൂടി എക്സ്ട്രാ സമൺ ചെയ്തിട്ട് ഇപ്പോൾ കില്ലിങ്ങാമിനും സമേഴ്സിനും നമ്മുടെ സോറോൻ്റെയും സാഞ്ചിൻ്റെയും കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ ഇമൂസാമ തൻ്റെ സപ്പോർട്ട് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്കിവിടെ കാണാം. പിന്നെ നോക്കുകയാണെങ്കിൽ വെപ്പൺസ് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് ഇപ്പോൾ ഇതിൽ റിവീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു വെപ്പൺസ് എല്ലാം നമ്മുടെ ഇമ്മുൻ്റെ ചാമ്പർ കണ്ടിട്ടില്ല, ഈ ഒരു സീറ്റിൻ്റെ മുമ്പ് കുത്തിവെച്ചിട്ടുള്ള എല്ലാ വെപ്പൺസുമാണ് ഇപ്പോൾ നമ്മുടെ ഇമൂസാമ സമൺ ചെയ്യുന്നത്. അതിവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 800 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന കിങ്സിൻ്റെ സോഡ്സ് ആണ് നമ്മുടെ ഇമൂസാമ ഇപ്പോൾ സമൺ ചെയ്യുന്നതെന്ന്. സോ ഇതൊക്കെ സുപ്രീം ഗ്രേഡ് ബ്ലേഡ്സ് ആണെന്നും പറയുന്നുണ്ട്. സോ ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ബ്ലേഡ്സ് ആയിരിക്കും. ഇതിലൊരു ബ്ലേഡ് മിസ്സിംഗ് ആണ്. അതിപ്പോൾ ഒരു പക്ഷേ നമ്മുടെ മീഹോക്കിൻ്റെ കയ്യിലാണെന്നുള്ളതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തിയറീസ് നമുക്ക് കാണാൻ കഴിയും. അത് സത്യമാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു തിയറി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തിയറിയാണ്. സോ നമ്മുടെ ആ ബ്ലേഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ആയി നമുക്ക് റിവീലായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ ഒരുപാട് സോഡ് സമൺ ചെയ്യാനുണ്ട്. ഇമു ഏകദേശം ഈ ഒരു ഫൈറ്റിൽ തന്നെ ഒരു 5-6 സോഡ് സമൺ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് നമ്മുടെ ഇമൂസാമ നമ്മുടെ ലൂഫിനെ കൊല്ലാൻ നോക്കുമ്പോൾ നമ്മുടെ ഗബാൻ വന്നിട്ട് നമ്മുടെ ലൂഫിനെ സേവ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ വിചാരിച്ചതുപോലെ ഡ്രാഗനും ബ്ലാക്ക് ബീഡൊന്നും അവിടെ വന്നില്ല. നമ്മുടെ ഗബാൻ തന്നെയാണ് നമ്മുടെ ലൂഫിനെ സേവ് ചെയ്യുന്നത്. സോ ഈ ഒരു ഫൈറ്റിൻ്റെ ഔട്ട്കം എന്തായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഗബാൻ എന്തായാലും ഇമുവിനെ ഡിഫീറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. എന്തായാലും നമ്മുടെ ഇമു അവിടെ നിന്ന് റിട്രീറ്റ് ചെയ്യണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു വലിയ കാര്യം നടക്കുക തന്നെ വേണം. അല്ലാതെ നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് എങ്ങനെയാണ് സർവൈവ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് ഇവിടെ മനസ്സിലായില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇമൂസാമനെ ഡിഫീറ്റ് ചെയ്യാൻ മാത്രം പവറുള്ള ഒരു ക്യാരക്ടർ ഇപ്പോൾ നമ്മുടെ എൽബാഫിൽ ഇല്ല. സോ എന്തായിരിക്കും നടക്കാൻ നമുക്ക് കണ്ടേന്നെ അറിയാം. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ചാപ്റ്റർ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ മറ്റൊരു സംബന്ധിച്ചിടയിൽ കാണുന്നവരെ ബൈ ബൈ.